വലിയ വിവാദങ്ങൾക്കിടെ നാളെ അയ്യപ്പ സംഗമം തുടങ്ങുമ്പോൾ എങ്ങനെയാണ് CPM-ഉം ഒപ്പം കോൺഗ്രസും അതിനെ കാണുന്നത് എന്നതിൻ്റെ കുറെ കൂടി വിശദമായ വിലയിരുത്തലിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. കോൺഗ്രസിൽ നിന്ന് VR അനൂപും CPM-ൽ നിന്ന് റെജി ലൂക്കോസും CPM സഹയാത്രികൻ നമ്മോടൊപ്പം ഈ ഘട്ടത്തിൽ ചേരുന്നു. ആദ്യം VR അനൂപിലേക്ക്. അനൂപ്, പലതരം എതിർപ്പുകൾ നിങ്ങൾ ഉയർത്തി, പലതരം വിമർശനങ്ങൾ ഉയർത്തി. പക്ഷേ സർക്കാരോ ദേവസ്വം ബോർഡോ അതിനു മുന്നിൽ മുട്ടുമടക്കിയില്ല. എന്താണോ പ്ലാൻ ചെയ്തത് അതുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും അവസാന നിമിഷങ്ങളിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടെ കനം കുറഞ്ഞതൊക്കെ ഇന്ന് സഭയിൽ കൊണ്ടുവന്ന് പ്രതിപക്ഷം വലിയ രീതിയിൽ അതും ഈ അയ്യപ്പ സംഗമത്തിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ സർക്കാർ ഇതുമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ ഒരു അമളി പറ്റി എന്ന് തോന്നലുണ്ടോ ഈ അവസാന നിമിഷം? ഒരു മിനിറ്റ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. എനിക്ക് തോന്നുന്നു മീഡിയ വണ്ണ അറിയാവുന്നതാണെന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട റെജു ലൂക്കോസുള്ള ചർച്ചകളിൽ പങ്കെടുക്കരുതെന്ന് KPCC-യുടെ നിർദ്ദേശമുണ്ട്. എന്നെ അത് അറിയിച്ചിരുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത്, ഇവിടെ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടക്കം മുതലേ ഉയർന്ന ഒരുപാട് ആശങ്കകളുണ്ട്. അത് എന്താണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 75-ാം വർഷവുമായി ബന്ധപ്പെട്ടാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നിരവധിയായ ക്ഷേത്രങ്ങളുണ്ട്. പക്ഷെ ശബരിമലയിൽ മാത്രം സവിശേഷമായി ഇത്തരമൊരു സംഗമം നടത്തുമ്പോൾ അത് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പിണറായി വിജയൻ സർക്കാർ 10-ാം വർഷത്തിൽ നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് സംശയങ്ങളില്ല. അത് വളരെ ദുരൂഹമായ അജണ്ടകളോട് കൂടിയാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. ഈ പിണറായി വിജയൻ ഭരണത്തിന്റെ 10-ാം വർഷം നിൽക്കുമ്പോൾ അതിന് കൃത്യമായ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോടുകൂടി 10-ാം വർഷമാണ് അങ്ങനെ ഒരു ആശയം തോന്നിയത്. അതിനൊരു സിറ്റുവേഷൻ വന്നത് 10-ാം വർഷമാണ്. അപ്പോൾ 10-ാം വർഷം തന്നെ നടത്തണ്ടേ? അല്ലല്ല, ആശയം തോന്നാം. പക്ഷെ പിണറായി ഈ വിശ്വാസത്തെ കുറിച്ച്, വിശ്വാസവുമായി ബന്ധപ്പെട്ട്, വിശ്വാസികളുമായി ബന്ധപ്പെട്ട് എന്താണ് തങ്ങളുടെ നിലപാടെന്ന് ഈ സർക്കാർ വിശദീകരിക്കാനുള്ള ബാധ്യതയില്ലേ? കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭകാലത്തൊക്കെ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ വിശ്വാസവും വിശ്വാസ സംബന്ധിയായ നിലപാടുകൾ എടുത്ത് ഞങ്ങളെ പോലുള്ള ആളുകളെ പിന്തിരിപ്പന്മാരായി ചൂണ്ടിക്കാണിച്ച സർക്കാരാണ്. ഇപ്പൊ അവരുടെ നിലപാടെന്താ? അവർ പറയുന്നത് അതേ നിലപാടിലേക്ക് വന്നു. ബിന്ദു അമ്മിണിയെ ഈ സംഗമവുമായി ബന്ധപ്പെട്ട് ബിന്ദു അമ്മിണി സംഗമത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ സർക്കാർ അത് സാധ്യമല്ല, അത് വിശ്വാസികളാണെന്ന് പറഞ്ഞ ആളുകളാ. അപ്പൊ അന്ന് ഇത് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പിന്തിരിപ്പന്മാരും ഇവരൊക്കെ പുരോഗമനകാരികളുമായിരുന്നു. അപ്പൊ ഇവരുടെ പൊസിഷനിൽ വളരെ കൃത്യമായ ഒരു ചേഞ്ച്, ഒരു പാരഡൈം ഷിഫ്റ്റ് വന്നിരിക്കുകയാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടൊക്കെ വന്നു വിവാദങ്ങൾ പറയുന്നത് എന്താ? വളരെ കൃത്യമായ സാമ്പത്തിക താല്പര്യങ്ങൾ പോലും ഇതിനകത്ത് പ്രവർത്തിക്കുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവർ കുറ്റം പറയാൻ കഴിയുമോ? ഇവിടെ പിണറായി വിജയൻ സർക്കാർ അതിന്റെ സർക്കാരിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതി ഉണ്ടല്ലോ. ഓരോ സ്ഥലത്തും അവിടുത്തെ പൗരപ്രമുഖരെ സന്ദർശിച്ച് ചർച്ച നടത്തുക. നമ്മുടെ ഒരു ജനാധിപത്യ പരിസരത്തിൽ പൗരന് പകരം പൗരപ്രമുഖൻ എന്ന ആശയം രൂപീകരിച്ച സർക്കാരാണിത്. ആരാണ് പൗരൻ? പൗരനേ ഉള്ളൂ, പൗരപ്രമുഖരില്ല ജനാധിപത്യത്തിൽ. പക്ഷെ ഓരോ സ്ഥലത്തും പൗരപ്രമുഖരെ കണ്ടുവന്ന് ചർച്ച നടത്തുന്നത് പോലെ വിശ്വാസികളിൽ നിന്ന് കുറച്ചുപേർ തെരഞ്ഞുപിടിച്ച് വിശ്വാസി പ്രമുഖരുമായി ചർച്ച നടത്താനാണ് ഈ സംഘം നടത്തിയിരിക്കുന്നത്. ഇവിടെ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ശബരിമലയുടെ അയ്യപ്പന്റെ ഭണ്ഡാരത്തിലേക്ക് 1 രൂപ കാണിക്കയിടുന്നവനും വിശ്വാസിയാണെന്നേ. പക്ഷെ ആരാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ? സാധാരണ വിശ്വാസികളാണ്. ഇവിടെ പലതരത്തിൽപ്പെട്ട കാർഡുകൾ കൊടുത്ത് അവരെ ഒരു ലയൺസ് ക്ലബ്ബ് മാതൃകയിൽ അല്ല, പരിപാടിയുടെ ഉദ്ദേശം അനുസരിച്ച് ക്ഷണിതാക്കളുടെ നിലവാരവും മാറില്ലേ? ഇതിപ്പോ നമ്മുടെ ഒരു അഭിമാന തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. നമ്മുടെ മതേതര മൂല്യങ്ങളുടെ ഒരു പ്രതീകം കൂടിയാണ്. അപ്പോൾ ശബരിമല കുറെ കൂടി നമുക്ക് വികസിപ്പിക്കണം. അതിനൊരു മാസ്റ്റർ പ്ലാൻ വേണം. അതിന് ഈ സമയം അതിന് പറ്റിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ പാകത്തിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ പോകുന്നു എന്നുള്ള ലൈനാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ഉദ്ദേശം അനുസരിച്ചല്ലേ അതിന് ഒരു പ്ലാനിങ്ങും അതിനൊരു ചട്ടക്കൂടും അതിലേക്ക് ക്ഷണിക്കേണ്ട ആളുകളെയും ഒക്കെ തീരുമാനിക്കും. ശബരിമലയുടെ സമഗ്ര വികസനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സബ്ജക്ട് എക്സ്പെർട്സിനെയാണ് വെക്കേണ്ടത്. ഇപ്പോ ശബരിമലയിൽ ആരോഗ്യരംഗം, മെഡിക്കൽ വിദഗ്ധരെ വെക്കണം, അല്ലെങ്കിൽ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളെ വെക്കണം, ഫോറസ്ട്രിയുമായി ബന്ധപ്പെട്ട് വനവൽക്കരണ വിദഗ്ധന്മാരെ വെക്കണം. ഈ പറയുന്ന ആളുകളുടെ വൈദഗ്ധ്യം എന്താണെന്നേ? ഇവിടെ കുറച്ച് ആളുകളെ, വലിയ പണക്കാരെ, ശതകോടീശ്വരന്മാരെ അവരുമായി സമ്പർക്കം നടത്താനുള്ള അവസരമായി ശബരിമലയെ കാണിച്ചുകൊണ്ട് ഇവർക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു കാര്യമാണെന്നേ. ഇത് നാളെ 10-ാം വർഷത്തിൽ നടത്തുന്നു പറയുമ്പോൾ നാളെ തിരഞ്ഞെടുപ്പിൽ അടക്കം ഫണ്ട് സമാഹരണത്തിന് വേണ്ടിയാണ് ഈ പൗരപ്രമുഖരുമായി ആശയവിനിമയം നടത്തുന്നതെന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നാൽ ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക?
ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഇപ്പോൾ പോലും വിശ്വാസികൾ എന്ന് പറയുമ്പോൾ സംഘപരിവാർ ശബരിമലയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല നീക്കങ്ങളുണ്ട്. വാവർ നടക്കെതിരെ നടത്തുന്ന ദുരുദ്ദേശപരമായ നീക്കങ്ങളുണ്ട്. വാവർ നട പൊളിച്ചു കളയണമെന്ന് പറഞ്ഞ് VHPയുടെ പ്രസിഡന്റ് പറഞ്ഞതിനെതിരെ കേസ് കൊടുത്ത ആളാണ് ഞാൻ. അതുപോലെ വാവറുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ശബരിമല വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ കേസ് കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അതിനെതിരെ FIR പോലുള്ള സർക്കാരാണെന്ന് ഇത്. ഇവിടെ ഞങ്ങൾ വിശ്വാസത്തോടൊപ്പമാണെന്ന് പറയുമ്പോൾ ഈ ശബരിമല വിശ്വാസത്തെ, ശബരിമലയുടെ പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് സ്വാഭാവികമായ ചോദ്യം ഉയരില്ലേ? അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സുപ്രീം കോടതി അനുമതി കൊടുത്തുള്ള സാങ്കേതികമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത്തരം ഒരു സംഗമം നടത്താനുള്ള നൈതികവും ധാർമ്മികവുമായ അവകാശമില്ല. ഇതിനകത്ത് വ്യക്തമായ ഹിഡൻ അജണ്ടകളുണ്ട്. ഇത് ശബരിമല വികസനത്തിന് വേണ്ടിയല്ല, വിശ്വാസികൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ വ്യക്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം വളരെ കൃത്യമല്ലേ? ഹൈക്കോടതിയിൽ എന്താണ് പറഞ്ഞത്? ഹൈക്കോടതിയിൽ കേരള ഗവൺമെന്റ് അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചത് എന്താ? ഹൈക്കോടതിയിൽ പറഞ്ഞത് UP ഗവൺമെന്റിന്, അതായത് യോഗി ആദിത്യനാഥിന് കുംഭമേള UPയിൽ നടത്താമെങ്കിൽ കേരളത്തിൽ ഞങ്ങൾക്ക് ഇത് നടത്തിക്കൂടെ എന്ന് ചോദിച്ച സർക്കാരാ. ഇതിന്റെ അടിസ്ഥാനം എന്താ? ഞങ്ങളുടെ പ്രയോറിറ്റി, ഞങ്ങളുടെ മാതൃക, ഞങ്ങളുടെ റോൾ മോഡൽ ഈ പറയുന്ന യോഗി ആദിത്യനാഥ് ആണെന്നല്ലേ ഇവിടുത്തെ LDF സർക്കാർ പറയുന്നത്. UPയിൽ യോഗി ആദിത്യനാഥ് ചെയ്തത് കേരളത്തിൽ ഞങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോ വസന്തം ചെറുകളോട് ചെയ്തത് ഞാൻ നിങ്ങളോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ നിരൂത കവിത പോലെ UPയിൽ യോഗി ചെയ്യുന്ന കേരളത്തിൽ പിണറായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വളരെ വ്യക്തമായി പറയല്ലേ? ഇവിടെ കൃത്യമാണ്. ഇത് ഇത്തരം ഒരു സംഘം എന്ന് പറയുന്നത് അതൊരു നോൺ ഇഷ്യൂവിനെ ഇഷ്യൂ ആക്കാനുള്ള വലിയ പരിശ്രമമാണ്. അപ്പുറത്ത് BJP പമ്പാ സംഘം നടത്തുന്നു. കേരള രാഷ്ട്രീയത്തെ വർഗീയമായി പോളറൈസ് ചെയ്യാൻ BJPയുടെയും CPM-ന്റെയും താങ്കൾ ഒന്ന് തുടരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.